ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഡ്രാമയാണ്. ഡ്രാമയുടെ പേര് മൈ ഡീമൻ. ഡീമനെ പ്രണയിച്ച പെൺകുട്ടിയുടെ കഥയാണിത്. ഒരു രസകരമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയും കൂടിയാണിത്. എന്നാൽ പിന്നെ നമുക്കിനി നേരെ ഡ്രാമയിലോട്ട് തന്നെ പോകാം. നമ്മുടെ ഹീറോ ഒരു മനസാക്ഷിയുള്ളവനായതുകൊണ്ട് തന്നെ അവൻ വേഗം ഒരാളെ കൊല്ലില്ല. മരിക്കാൻ വേണ്ടി തയ്യാറാക്കി നിൽക്കുന്ന ഒരാളെ ആയിരിക്കാം അവൻ കൊന്നു കളയുന്നത്. ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഹീറോ കൊന്നു കളയുന്നത് എല്ലാവരെയും. അങ്ങനെയാണ് അവൻ എല്ലാവരെയും കൊന്നു കളയുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഹീറോയിനെ കണ്ട് മീറ്റ് ചെയ്ത് പ്രണയത്തിലാവുന്ന ഒരു രസകരമായ ഒരു ലവ് സ്റ്റോറിയാണ്. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണുന്നത് ഒരാളാണെങ്കിൽ ഭക്ഷണമൊന്നും കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് വലയൊക്കെയിട്ട് നോക്കുന്നതാണ്. അവിടേക്ക് നമ്മുടെ ഹീറോ ജിയാങ് വരികയാണ്. നമ്മുടെ ഹീറോയുടെ പേര് ജിയാങ് എന്നാണ് കേട്ടോ. നമ്മുടെ ജിയാങ് പറയുകയാണ്, വേണമെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. അവൻ്റെ മന്ത്രശക്തി കൊണ്ട് വെള്ളത്തിൽ കിടക്കുന്ന മീനിനെയൊക്കെ മേളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവൻ പേടിച്ച് ചോദിക്കുകയാണ്, എടാ നീ ഗോകുലാണോ എന്ന്. അപ്പം നമ്മുടെ ജിയാങ് പറയുകയാണ്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഗോകുലുമായിട്ട് എന്നെ നീ കമ്പയർ ചെയ്യുന്നു. തന്നെ മറ്റവൻ ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നീ 90 ഫക്സ് അല്ലേ സത്യം പറയുന്ന. നമ്മുടെ ജിയാങ് പറയുകയാണ്, 90 ഫക്സിൻ്റെ ദേഹത്ത് ഒരു സ്മെല്ലുണ്ടാവും. ആ ഒരു സ്മെല്ല് എൻ്റെ ദേഹത്തുണ്ടോ, ഞാൻ ഫുൾ ക്ലീൻ അല്ലേ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ജിയാങ് പറയുകയാണ്, ഞാൻ നരകത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഡീമനാണെന്ന്. നമ്മുടെ ജിയാങ് ആണെങ്കിൽ മന്ത്രശക്തി കൊണ്ട് ആ വെള്ളത്തിൽ കിടക്കുന്ന മീനിന് പുറത്ത് കൊണ്ടുവന്നിട്ട് ഒരു മീനെ ഇവന് കൊടുക്കുന്നു. നമ്മുടെ ജിയാങ് പറയുകയാണ്, ഞാൻ ഫ്രീക്ക് ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല എന്ന്. ജിയാങ് പറയുന്നുണ്ട്, ഒരു 10 വർഷത്തേക്ക് നിനക്ക് ഫുഡും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുമായിരിക്കും. നിൻ്റെ സന്തോഷമാണ് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. എനിക്ക് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. അങ്ങനെയാണെങ്കിൽ 10 വർഷം നിന്ന് സുഖമായിട്ട് ചെയ്യാം. പക്ഷെ 10 വർഷം കഴിഞ്ഞാൽ നീ ഞങ്ങളുടെ ലോകത്തോട്ട് പോകേണ്ടതാണ്. ഞാൻ നിന്നെ കൊന്നുകളയുന്നതായിരിക്കുമെന്ന് നമ്മുടെ ജീവൻ പറയുകയാണ്. അയാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ലോകം ഏതാണെന്ന് പറയുന്നുണ്ട്. അവൻ നമ്മുടെ ജീവൻ പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ലോകത്തിന് പറയുന്നത് നരകം എന്നാണെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നരകമായാലും സ്വർഗ്ഗമായാലും എനിക്കൊരു കുഴപ്പമില്ല. 10 വർഷം എനിക്ക് നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അത് തന്നെ ധാരാളമെന്ന്. അങ്ങനെ എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തിട്ട് നമ്മുടെ ജീവൻ പോകുമ്പോഴാണ് മറ്റവന് ഫുഡൊക്കെ വരുന്നത്. അപ്പോൾ അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഫുഡ് വന്നതിന് ദൈവത്തിന് നന്ദിയെന്ന്. അപ്പോൾ ജീവൻ പറയുന്നുണ്ട്, എന്നാൽ ഫുഡിന് നീ എന്തിനാണ് ദൈവത്തിനോട് ക്രെഡിറ്റ് പറയുന്നത്, എനിക്കല്ലേ താങ്ക്സ് പറയണ്ടേ എന്ന് നമ്മുടെ ജീവൻ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് 2023 ഇതാണ് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് സെക്രട്ടറിയോടൊപ്പം കമ്പനി പോകുമ്പോഴാണ് അവിടെ ചെയറും വിളിക്കുന്നത്. ചെയറും വിളിച്ചിട്ട് പറയുകയാണ്, നീ എന്താ ഇന്നത്തെ ദിവസം മറന്നുപോയോ, ഇന്ന് നിനക്കാണെങ്കിൽ ഡേറ്റിങ്ങിന് പോകേണ്ട ദിവസമല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, ഇനി ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന്. അപ്പോൾ നമ്മുടെ വേണം പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ എൻ്റെ മെഡിക്കൽ ചെക്കപ്പിന് സമ്മതിക്കില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, മേഡം ഞാൻ ബിസിയാണെന്നല്ലേ പറഞ്ഞോളൂ, ഞാൻ എന്തായാലും അതും പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്ത് നമ്മുടെ ഹീറോയിൻ നേരെ കമ്പനിയിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സെക്രട്ടറിയോട് പറയുന്നത് ഒരാൾക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മുടെ സെക്രട്ടറി പറയുന്നുണ്ട്, ഒരു 5-10 മിനിറ്റൊക്കെ ഒരാൾക്ക് എന്തായാലും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. എന്നാലേ ഈ കമ്പനിക്ക് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഡേറ്റിങ്ങിന് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ജീവനെ കാണിക്കുന്നത്. ജീവനാണെങ്കിൽ ഒരാളുടെ എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് അവനെ കൊല്ലാൻ വേണ്ടി വരികയാണ്. നമ്മുടെ ജീവനാണെങ്കിൽ അയാളെ കൊല്ലാൻ വേണ്ടി വന്ന സമയത്താണ് അയാൾ പറയുന്നത്, അയ്യോ ഇത്ര പെട്ടെന്ന് എഗ്രിമെൻ്റ് ഒക്കെ കഴിഞ്ഞു എന്ന്. അങ്ങനെ പറഞ്ഞ് ഞാൻ പേടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവൻ വന്നിട്ട് പറയുന്നത്, അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ ഓർത്ത് വെക്കുന്നുള്ളൂ, വർഷങ്ങൾ പോയ കാര്യമൊന്നും നീ അറിഞ്ഞില്ലേ എന്ന്. അങ്ങനെ നമ്മുടെ ജീവൻ പറയുന്നത്, നിന്നെ തന്നെ എനിക്ക് ചെയ്താലൊന്നും തോന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ട് നമ്മുടെ മറ്റും ആണെങ്കിൽ ജീവനെ അടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ജീവൻ പറയുന്നുണ്ട്, മനുഷ്യർക്കൊന്നും മരിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മുടെ എഗ്രിമെൻ്റ് അനുസരിച്ച് ഇന്ന് നീ മരിക്കേണ്ടതാണെന്ന്. നമ്മുടെ ജീവൻ പറയുന്നുണ്ട്, നീ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് പൈസ ആണെന്ന് പറഞ്ഞപ്പോൾ പൈസ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നു. എനിക്കിപ്പോൾ മരിക്കേണ്ട സമയമായിട്ടുണ്ട് നമ്മുടെ ലിയാങ് പറയുകയാണ്. അങ്ങനെ മറ്റൊന്ന് എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ വേണ്ട നിനക്ക് 300 പേരെ വേണമെങ്കിലും കൊന്നു തരാമെന്ന്, നീ എന്നെ അങ്ങ് വിട്ടേക്കുന്ന. നമ്മുടെ ജീവൻ പറയുന്നുണ്ട്, നിനക്ക് എന്തായാലും നിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ നീ എന്തായാലും ഇപ്പം മരിക്കാറായിട്ടുണ്ട്. നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് തന്നെ നീ ഇപ്പം മരിക്കുന്നതായിരിക്കും. അതിന് എനിക്കൊന്നും ചെയ്യാനാവില്ല, നീ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത് പോകണമെന്ന് പറയുന്നുണ്ട്. ജീവൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ലോകത്തോടെ നിന്ന് ഇവിടെ ഉള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ തന്നെ അവന് ഹാർട്ട് അറ്റാക്ക് വന്നാൽ മരിച്ചു പോവുകയാണ്. അവൻ്റെ സൗണ്ട് ഇട്ടിട്ടാണെങ്കിൽ അവൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, സാറിന് എന്ത് പറ്റിയെന്ന് അറിഞ്ഞിട്ട്. അങ്ങനെ അവരൊക്കെ ഇങ്ങനെ ഓടി വരുന്ന സമയത്താണ് നമ്മുടെ ജീവൻ അവിടെ പോകുന്നത് അവർ കാണുന്നത്. 2 പേര് ഡോഗി എന്നാണ്. അപ്പോൾ ഡോഗിയാണെങ്കിൽ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ആൾ വന്ന് പറയുന്നുണ്ട്, സോറി മാം, എന്നോട് എല്ലാം ബുക്കിഡാണ് എന്ന്. അങ്ങനെ ഡോഗി പറയുന്നുണ്ട്, ഇവനെങ്ങനെ അറിഞ്ഞു എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യമെന്ന്. അഫിനോട് അവൾ പറയുന്നുണ്ട്, എന്നിവിടെ ബുക്ക് ചെയ്തത് തന്നെ എനിക്ക് വേണ്ടിയാണെന്ന്. അവളങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്.
അപ്പോൾ ഞങ്ങളുടെ ഡോഗി പറയുന്നുണ്ട്, പത്രം വായിക്കാനുള്ള ഷോ ഒക്കെ നിർത്തിക്കോ, എനിക്ക് നല്ല ഇതിനൊന്നും താല്പര്യമില്ല, എനിക്ക് ബിസിനസ്സിനോടാണ് താല്പര്യമെന്ന്. അപ്പോൾ ജീവനെ കണ്ടപ്പോൾ തന്നെ അവൾ കുറച്ച് ഇമ്പ്രസ് ആവുന്നുണ്ട് കേട്ടോ. അവളോട് നമ്മൾ ജീവൻ പറയുന്നുണ്ട്, നീ ആരാന്ന് വെച്ചാൽ കല്യാണം കഴിക്കുക, അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്ന്. ഞാൻ പറയുകയാണ്, നിൻ്റെ ലൈഫിനെ കുറിച്ച് നീ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല, എൻ്റെ ബാങ്ക് പാസ്വേഡ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതിയെന്ന്. അങ്ങനെ അവൾ പറയുകയാണ്, നീ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണോ, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. ഈ പറയാണ്, ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്, അല്ലാതെ നിന്നെ കാണാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെന്നും പറഞ്ഞിട്ട് അവൾ അരമണിക്കൂറാണ് ഈ ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് അവളവിടെ മിണ്ടാതിരിക്കുന്നുണ്ട്. നമ്മൾ ഞാൻ പറയുകയാണ്, ദിവസം വന്നിട്ട് അതെ ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ഫുള്ള് ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന്. ഞാൻ പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നീ വേറെ റെസ്റ്റോറൻറ്റ് പോയി കഴിച്ചാൽ മതി, ഇവിടെ ഒന്നും കഴിക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, നിനക്ക് വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ നീ അവിടെ പോയി കഴിച്ചോ, എനിക്ക് ഇവിടെ പോകേണ്ട ആവശ്യമില്ല എന്നും അവളും പറയുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്, ഇവിടെ കന്നഡ മനസ്സിലായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ എന്ന്. ഇത് കാണാൻ വന്നിട്ടുള്ള പയ്യനാണെങ്കിൽ വേറെ റെസ്റ്റോറൻ്റാണ് ഇരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് റെസ്റ്റോറൻറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ാണെങ്കിൽ അവരുടെ ടീച്ചേഴ്സൊക്കെ അവനിങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവൻ പറയുന്നുണ്ട്, നീ എതിരാണ് ഇപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നതെന്ന്. ഈ പറയുന്നുണ്ട്, എനിക്ക് ഇതിൻ്റെ സംസാരിക്കാൻ നോക്കാൻ താല്പര്യമില്ല, ഒരു അരമണിക്കൂർ ഞാൻ ഇവിടെ മിണ്ടായതുകൊണ്ട് അങ്ങ് പൊയ്ക്കോളാം, എൻ്റെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയുന്നുണ്ട്. നീനെ സമാധാനത്തോടെ ഫുഡൊന്നും കഴിക്കാൻ സമ്മതിക്കത്തില്ല, എനിക്കിപ്പോൾ എന്തോ വേണ്ടതെന്ന്. ഞങ്ങളുടെ ഡോഗി പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ നിൻ്റെ അടുത്ത് അരമണിക്കൂർ സംസാരിച്ച് പറ്റും, എനിക്ക് മുകളിൽ നിന്ന് വന്നൊരു ഓർഡറാണെന്ന്. ഞാൻ മനസ്സിൽ പറയുന്നുണ്ട്, ഇനി ഇവിടെ ദൈവം ഇങ്ങോട്ട് അയച്ചതാണോ എന്ന്. അവൾ പറയുന്നുണ്ട്, എന്നെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞയച്ചതുപോലെ ആയിരിക്കാം എന്നെ പറഞ്ഞയക്കുന്നേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും വന്നില്ലേ, എന്നാൽ പിന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം, എൻ്റെ പേര് ഡോഗി എന്നാണെന്ന്. അങ്ങനെ അവൻ പറയുന്നുണ്ട്, എൻ്റെ പേര് ജയം എന്നാണെന്ന്. അവൻ പറയുന്നുണ്ട്, എന്നാലും നമ്മളിപ്പോൾ പരിചയപ്പെട്ടില്ലേ, എന്നാലും നിനക്കൊന്ന് പറഞ്ഞുകൂടെ, ദൈവം എന്തിനാ നിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന്. ഈ കേട്ടിട്ട് അവളിങ്ങനെ ചിരിക്കുന്നുണ്ട്. പറയുകയാണ്, നീ അവരെ ദൈവം എന്നാണോ കരുതുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ അതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന്. അപ്പം തന്നെ പിന്നെ മനസ്സിലാവുന്നുണ്ട്, ഇവളാണെങ്കിൽ സാധാ മനുഷ്യരാണെന്ന്. ഇവനാണെങ്കിൽ അതൊക്കെ ആലോചിച്ചിട്ട് നീ എന്തൊക്കെയാണ് അത് ആലോചിച്ച് കൂട്ടിയെന്നും പറഞ്ഞിട്ട് അവനും ചിരിക്കുന്നുണ്ട്. എനിക്ക് അവർ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മരിച്ചവൻ്റെ ആൾക്കാർ അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഡോഗി പറയുന്നുണ്ട്, അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, എന്താ പറയുക ഞാൻ പോവുകയാണെന്ന്. അങ്ങനെ അവൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മറ്റൊരു ആൾക്കാർ വന്നിട്ട് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു കേക്ക് വന്നിട്ട് അങ്ങ് തട്ടിക്കളയുന്നത്. അപ്പോൾ തന്നെ അവനാണെങ്കിൽ ആ ഒരു കേക്കിനൊന്നും പറ്റരുതെന്നുള്ള രീതിയിൽ അങ്ങനെ പിടിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ അത് കിട്ടിയിട്ട് അങ്ങനെ അവൾ പോയപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, ഭാര്യ കേൾക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ സന്തോഷത്തോടെ അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആ വാഷൻ വെച്ച് നിന്നിട്ട് ബ്ലഷൊക്കെ അടിച്ചിട്ട് മാതിരി ഇവനെന്ത് പറ്റി ഇങ്ങനെയൊക്കെ കാണിക്കാനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ബർത്ത്ഡേക്കാണെങ്കിൽ ഇവനിങ്ങനെ സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങിച്ചു അല്ലേ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ഇങ്ങനെ ബ്ലഷൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ നമ്മുടെ ജീവനെ കാണിക്കുകയാണ്. ജീവൻ കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേക്ക് ജീവൻ തന്നെ സ്പൂണിൽ നിന്ന് തട്ടിക്കളയുന്നുണ്ട്. ജീവൻ ദേഷ്യത്തോട് പറയുന്നത്, നീ എന്തിനാണ് ഇപ്പോൾ എൻ്റെ ഫുഡൊക്കെ വേസ്റ്റ് ചെയ്യുന്നത്, ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന്. പിന്നെ അവൻ്റെ എഗ്രിമെൻറ്റ് കഴിഞ്ഞത് കൊണ്ടാണ് അവൻ മരിച്ചു പോയത്. ഇനി നിങ്ങൾക്ക് പോവാം, ഞാൻ എന്തായാലും ഈ കേക്ക് ഒന്ന് കഴിച്ചോട്ടെയാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ അവനാണെങ്കിൽ മറ്റവനാണെങ്കിൽ ആ ഒരു കേക്ക് കുളമാക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ജീവനാണ് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തോടെ തന്നെ മറ്റവൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതാണ് കാര്യം, ഞാൻ ഇവിടെ എന്തിനാണെന്ന് നിനക്ക് അറിയത്തില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവനെ കണ്ടിട്ട് പറയാണ്, കേക്ക് നല്ല രസമുണ്ടല്ലോ, എന്തായാലും നമുക്ക് ഇവരെ അങ്ങ് കൊന്നു വന്നേക്കാന്ന്. അങ്ങനെ അതിൻ്റെ ആ കൂട്ടത്തിലുള്ള ഒരാൾ നമ്മുടെ ജീവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിക്കാമെന്ന് വരുന്ന സമയത്ത് ഇവൻ പത്രത്തിൽ തൊഴിട്ട് ഇവൻ ആ പത്രത്തിൽ തന്നെ കയറി നിൽക്കുന്നുണ്ട്. എൻ്റെ മന്ത്രശക്തി കൊണ്ടാണ് അവനിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇതെല്ലാം കാണാൻ പറ്റുമെന്ന് ഇവിടെ അന്തം വിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എന്താണ് ചെയ്യുന്നത്, എൻ്റെ തലയ്ക്കാണോ പ്രശ്നം, വീണ്ടും തലയ്ക്കാണോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ പറയുകയാണ്, നീ സോംബിയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇനി സോംബി ആണെങ്കിൽ അത് പറയാമെന്ന്. അപ്പോൾ ജീവനാണെങ്കിൽ ആ ന്യൂസ് പേപ്പർ വലിച്ചെറിഞ്ഞിട്ട് ആ ന്യൂസ് പേപ്പറിലാക്കുന്നുണ്ട്. എന്നെ കാണിക്കുന്ന നമ്മുടെ ടോഗിയാണ്. അവളാണെങ്കിൽ ബ്ലഷൊക്കെ അടിച്ചെന്ന് പറയാണ്, ഇതെന്താണ് എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ ബ്ലഷായി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് കേട്ട് മറിച്ചിട്ട് അവളിങ്ങനെ നാണം കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടോഗി പറയുന്നുണ്ട്, എനിക്ക് എത്ര ഇടതാണ് ഇഷ്ടപ്പെട്ടോ, എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആറ്റിറ്റ്യൂഡൊക്കെ എവിടെ പോയി എന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇങ്ങനെ ബ്ലഷൊക്കെ ആകുന്നത്. വീണ്ടും മേക്കപ്പൊക്കെ ഇട്ട് അത് മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് പറയാൻ, ഓ സോറി ഞാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ പോയി പറഞ്ഞിട്ട് എങ്ങനെയാണ് പോകാതിരിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴാണ് ആ കേക്ക് കാണുന്നത്. ഇത്ര ആക്രാന്തമാണോ നിനക്ക്? അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മൂഡ് ഒട്ടും ശരിയല്ല, നീ ഏതാന്ന് പോലും എനിക്കറിയില്ല, എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത കേക്കാണെന്ന് അവൻ പറയുന്നുണ്ട്. നമ്മുടെ ചേട്ടൻ പറയുന്നുണ്ട്, അവൻ്റെ കേക്ക് നശിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ നല്ല ദേഷ്യത്തിരിക്കുകയാണെന്ന്. അങ്ങനെ നമ്മുടെ ഡോഗി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ശരി, ഓക്കെ ബൈ, നൈസ് ടു മീറ്റ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അവന്മാരാണെങ്കിൽ പത്രത്തിനുള്ളിൽ ഇങ്ങനെ പെട്ടെടുക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ ജിയോങ്ങാണെങ്കിൽ ആ ഒരു ടോയ്ലറ്റിലോട്ട് ആ ഒരു പത്രം വലിച്ചെറിഞ്ഞിട്ട് ഇവന്മാരെയൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അത് കാണിച്ച് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുന്നു. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ, താങ്ക് യു.